ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഗൂഢവാദങ്ങളിലൊന്നാണ് അനുനാക്കികളെ കുറിച്ചുള്ളത്. നിബിരു എന്നൊരു ഗ്രഹത്തിൽ നിന്ന് പേടകങ്ങളിലെത്തിയവരാണത്രേ അനുനാക്കികൾ. ആദിമകാല മെസപ്പൊട്ടോമിയയിൽ എത്തിയ ഇവർ മനുഷ്യരെ തങ്ങളുടെ അടിമകളാക്കി. ഇതിനു പിന്നിൽ ഒരേയൊരു ലക്ഷ്യമാണത്രേ ഉണ്ടായിരുന്നത്: സ്വർണം. അതെ, അനുനാക്കികൾക്ക് സ്വർണം വേണമായിരുന്നു. അവരുടെ ഗ്രഹമായ നിബിരു വികിരണങ്ങളാലും മറ്റും താറുമാറായ സ്ഥിതിയിലായിരുന്നു. ഇതിൽ നിന്ന് രക്ഷ നേടാനായി അവർക്ക് സ്വർണം ഉപയോഗിച്ചുള്ള സംവിധാനങ്ങൾ വേണം. ഇതിനായാണ് അവർ ഭൂമിയിൽ സ്വർണം തേടിയെത്തിയതത്രേ. പ്രപഞ്ചത്തിൽ മറ്റും പലയിടങ്ങളിലും സ്വർണമുണ്ടെങ്കിലും ഭൂമിയെ പോലെ ഖനനം ചെയ്തെടുക്കുക അസാധ്യമാണ്. പ്രാചീനകാല മെസൊപ്പൊട്ടോമിയക്കാർ ഇവരെ ദൈവങ്ങളെ പോലെ കരുതി. ഇവർക്ക് അസാധാരണമായ പല ശക്തികളും ഉണ്ടായിരുന്നു. അവർ മനുഷ്യനെ അടിമകളാക്കി. അനുനാക്കികൾ അവരുടെ അന്യഗ്രഹത്തിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലായിരുന്നു ചേക്കേറിയത്. അവർ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി മ്യൂട്ടേഷനിലൂടെ ഇപ്പോഴുള്ള മനുഷ്യരെ സൃഷ്ടിച്ചുവെന്ന് പഴയ സുമേറിയൻ ശിലാലിഖിതങ്ങളിൽ പറയുന്നു. അവരുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്കും ബുദ്ധിവികാസത്തിനും മോണോ അറ്റോമിക് ഗോൾഡ് അനിവാര്യമായിരുന്നു. അത് വേർതിരിച്ചെടുക്കൽ അത്ര എളുപ്പമല്ലായിരുന്നു. അതുകൊണ്ടവർ ഹോമോ ഇറക്ടസിന്റെ DNA അവരുടേതുമായി ക്രോസ് ചെയ്ത് ആധുനിക മനുഷ്യനെ സൃഷ്ടിച്ചു. ഒരു നാൾ അനുനാക്കികൾ അപ്രത്യക്ഷമായി. അവർ പോയപ്പോൾ ഇവിടെ ഒരു ആർക്ക് മറഞ്ഞു വെച്ചു. അതിനുള്ളിൽ അമാനുഷികമായ പല ശക്തികളും ഉണ്ടെന്നും ഇത് പാരമ്പര്യമായി കൈമാറി വന്നവർ ഇതിപ്പോഴും മറച്ചു വെച്ചിരിക്കുകയാണെന്നുമൊക്കെ പറയപ്പെടുന്നു. ആർക്കിപ്പോൾ അമേരിക്കയിലും ഇസ്രയേലും ഒക്കെ ആണെന്നും പറയപ്പെടുന്നുണ്ട്. മനുഷ്യരെ രഹസ്യമായി നിയന്ത്രിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഇല്ലുമിനാറ്റി എന്ന സംഘടനയ്ക്കാണ് ആർക്കിന്റെ ചുമതലയെന്നും ഈ ആർക്ക് ചൈന, റഷ്യ, ഇറാൻ എന്നിവിടങ്ങളിലൂടെ കടന്ന് തിരികെ യൂഫ്രട്ടീസ് നദിക്കരയിലെത്തുമ്പോൾ അനുനാക്കി വംശം തിരികെ വരുമെന്നും മനുഷ്യരെ വീണ്ടും അടിമകളാക്കുമെന്നും പറയപ്പെടുന്നു.